പി.വി. അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ. അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത്. 4 പ്രാവശ്യം ഞാൻ ഇവർക്ക് സമയം കൊടുത്തു പ്രശാന്തെ തോൽപ്പിക്കാൻ. തോൽപ്പിച്ചില്ല. ആരെ കുറ്റ? ഇത്രയല്ലേ മനുഷ്യന് പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, എനിക്കും യാതൊരു സംശയമില്ല. KT ജലീൽ തന്നെയാണ് താരം. KT ജലീലിനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് അദ്ദേഹം തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, എന്നെയും അൻവറിനൊപ്പം കൂട്ടിക്കെട്ടാന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചല്ലേ, അത് നടക്കാത്തതിൽ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. മാത്രമല്ല ലീഗിനടുത്ത് ഒരു വെല്ലുവിളി നടത്തുകയാണ്. 4 തവണയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗിന് അവസരം കൊടുത്തത്. 4 തവണയും ലീഗ് തോറ്റു, അദ്ദേഹം ജയിച്ചു. ഇനി ഒന്നുകൂടെ തോൽപ്പിക്കണമെങ്കിൽ അടുത്ത തവണ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കാശ് ലീഗ് തരണം, അല്ലെങ്കിൽ എതിരാളികൾ തരണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനത്തെ ഭാഗം, അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വാർത്താ സമ്മേളനം നടത്തിയത്, അവസാന ഭാഗം ഒന്നുകൂടെ കേൾക്കാം. അതിൽ സുപ്രധാനമായ കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രസാദം നടത്തിയത് ജോൺ ബ്രിട്ടാസാണ്, MP ആണ്. അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് ജോൺ ബ്രിട്ടാസിനോട് ഒരുപാട് മാധ്യമങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്നുവെച്ചാൽ ബ്രിട്ടാസിന് അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ജലീലിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സംശയം ഉണ്ടായിരുന്ന മാധ്യമങ്ങൾക്ക് മാത്രമായിരുന്നു ജലീൽ പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. പി.വി. അൻവർ ഇത്തരം കള്ളക്കടത്തുകാരുടെ ആളാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു. പി.വി. അൻവർ പറയുന്നത്, അപ്പോൾ അൻവർ അത്തരം ഒരു ആളാണോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായോ? ഞാനല്ല, അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ആളാണ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. വ്യാഖ്യാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം, വേറെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനം. അങ്ങനല്ല, മുസ്ലിം ലീഗ് പിന്നെന്താ വെച്ചാൽ ഒരിക്കൽ കണ്ടായി കിട്ടിയാൽ പിന്നെ മയ്യത്താവുന്നത് വരെ ആ സ്ഥാനത്ത് തുടരുക എന്നുള്ളതാണല്ലോ, ആ പോളിസി ആണല്ലോ. അപ്പൊ പിന്നെ അവരുടെ ഒരു രീതിയെ നമുക്ക് തള്ളി പറയാം, അതിനെ വിമർശിക്കുക എന്നല്ലാതെ അത് വേണോ വേണ്ടെന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുക. പി.വി. അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന കാര്യം താങ്കൾ പറഞ്ഞു. അവിടെ കൂടി താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോ പ്രത്യേകിച്ചും ഇവരെ ആരും പ്രീതിപ്പെടുത്തേണ്ടെന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയോ CPM-നെയോ ആരെയും താങ്കൾക്ക് പ്രീതിപ്പെടുത്തേണ്ട, അത് ഏത് സാഹചര്യത്തിലാണ് താങ്കൾ പറയുന്നത്? അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, പാർലമെന്ററി രാഷ്ട്രീയം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുക, പ്രീതിപ്പെടുത്തലുകൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആരും പ്രീതിപ്പെടുത്താൻ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ 100% സത്യസന്ധമായിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയേണ്ടതായിട്ട് വരിക. കേരള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറ്റുള്ള ജില്ലകളിലൊന്നും അത്തരത്തിലുള്ള ഒരാക്ഷേപം ഉണ്ടായിട്ടില്ല. ഈ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ഈ ജില്ലയിലെ ജനപ്രതിനിധികൾ അതെ, ADGP-നൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് യു വെയിറ്റ് ആൻഡ് സീ. അങ്ങനൊന്നും പറയാൻ വേണ്ടി പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഓരോ രാഷ്ട്രീയവും ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് പല പല ഘടകങ്ങളും ആ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ സ്വാധീനിക്കും. അങ്ങനെ ഇപ്പൊ കുറ്റിപ്പുറത്ത് പഴയ കാലത്ത് മത്സരിച്ചു മുസ്ലിം ലീഗിന്റെ ഒരുപാട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്തു. മുസ്ലിം ലീഗിന്റെ വോട്ട് കിട്ടാതെ ഈ പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് എങ്ങനെ ജയിച്ചു കയറുക? ഇല്ലല്ലോ. തവനൂരിലും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം നടന്നത് ഒരു 4,500 വോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4,500 വോട്ടിന്റെ ഒരു എഡ്ജേ ഉള്ളൂ അവിടെ ഏത് മുന്നണിക്കാണെന്നുണ്ടെങ്കിലും. അപ്പൊ അതൊക്കെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, വേറുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, അതൊന്നും പ്രശ്നമല്ല. ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും. അസ്വാഭാവികമായ രീതിയിലൂടെ താങ്കൾ പറയുന്നത് സാധാരണ പറയുന്ന കാര്യമാണ്. അപ്പോൾ പി.വി. അൻവർ വിവാഹത്തിന് ശേഷം ഈ താങ്കൾ പറയുന്നത് കൂടെയാണ് പറയുന്ന കാര്യം അസ്വാഭാവികമായിട്ട് മാറിയോ? അങ്ങനല്ല. എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല്
PV അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത്. അത് യെസ് അല്ല, അതുണ്ടാക്കിയത് നിങ്ങളെ ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. നിങ്ങളല്ലേ എല്ലാവരെയും നിങ്ങളാണ് സാധാരണ പരാജയപ്പെടുത്തുക അല്ലേ? അങ്ങനല്ല, അത് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അവർക്ക് ഒരു സംശയവും ഉണ്ടായിട്ടില്ല. ഇന്റെ കാര്യത്തിൽ പാർട്ടി അണികൾക്ക് വല്ല സംശയവും ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിന് ബ്രിട്ടാസ് വരുമോ? ഇന്നത്തെ പുസ്തക പരിചയപ്പെടുത്തലിന് MM നാരായണൻ മാഷ് വരുമോ? അതേന്ന്, അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, എനിക്കും യാതൊരു സംശയമില്ല. ഞാൻ പാർട്ടിയോട് അസന്നിഗ്ധമായി പറഞ്ഞിട്ട് എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാണ്. എനിക്ക് കുറച്ച് ഇപ്പൊ നമ്മുടെ ഫാമിലിയും എല്ലാം ഉണ്ടല്ലോ, അവരുമായിട്ടും കുറച്ച് നമ്മളുടെ ഈ ആരോഗ്യമൊക്കെ ഉള്ള സമയം അവരുടെ കൂടെയും കൂടി എനിക്ക് ചെലവഴിക്കണം. ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവും അതൊക്കെ വരാൻ പോണ കാര്യമില്ല. അതൊക്കെ നിങ്ങൾ അൻവറിനോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടല്ലല്ലോ. പാർട്ടി രൂപീകരിക്കുന്ന ആളോടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആളുകൾ പോയി നേരിട്ട് പോയി അന്വേഷിച്ചാൽ തന്നെ അതിൽ അസ്വാഭാവിക തെളിവുകൾ താങ്കൾ പറഞ്ഞു. PV അൻവർ പറയുന്നത് നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെ പോലും ഈ 152 കേസിൽ ഒരാളെ പോലും അന്വേഷണ സംഘം പോയി അതൊരു റാൻഡം ചെക്കിംഗ് നടത്തിയാൽ അതിന്റെ ഏകദേശം കിട്ടുമല്ലോ. ഈ 150 അല്ല, അങ്ങനല്ല, ഒരിക്കലല്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുക? റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോരെ. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ എനിക്കെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നു, ഞാൻ ആരെയും കുറ്റം പറയില്ല, നിങ്ങൾ ആരെയും കുറ്റം പറയില്ല. കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് അതേ വിചാരിക്കൂ, അങ്ങനെ സംശയിക്കൂ. പക്ഷേ 4 അന്വേഷണ ഏജൻസികൾ ഇന്നെ ആകെ ചവിട്ടി കൂട്ടി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടുക? 4 അന്വേഷണ ഏജൻസികൾ, എനിക്കെതിരെ 3 കേസുകൾ. ഒന്ന് നിയമസഭയുടെ, അങ്ങനല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അധ്യാപക ദിനത്തിന്റെ ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വികാര പ്രകടനം ആ സമയത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്കാണ് ഞാൻ അന്നത് പറഞ്ഞത്. ഏത് അങ്ങനെയല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു കയ്യബദ്ധം പറ്റിയാൽ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പൊ അതിപ്പോ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഇപ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് കിട്ടൂല. 4 പ്രാവശ്യം ഞാൻ ഇവർക്ക് സമയം കൊടുത്തു പ്രശാന്തെ തോൽപ്പിച്ചില്ല. ആരെ കുറ്റ? ഇത്രയല്ലേ മത്സരം പറ്റുള്ളൂ. ഇനി മത്സരിക്കണം എന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പൈസ പോലും തരണം, മത്സരിക്കാനുള്ള പൈസ കൂടി പോലും തരണം.